ഹലോ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. ഞാൻ എന്നും നോമ്പിൻ്റെ അന്ന് തന്നെ അന്നത്തെ വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ കാണുമ്പോൾ അന്നത്തെ വീഡിയോ അന്ന് തന്നെ കാണാമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 2 പഴം കട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ ഉന്നക്കായൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ അതവിടെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് കുക്കായി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ ഗ്യാസിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ഒരു ഗ്യാസിൽ ഇന്നലെ ആരോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാകും, തരി കാച്ചിയത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുമെന്ന്. ഞാൻ കാണിക്കുന്നത് എൻ്റെതായ സ്റ്റൈലിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി കുറച്ച് നെയ്യിൽ ചെടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട്. പിന്നെ നമ്മുടെ റവയും സേമിയനും കൂടെ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് പാലാണ് ഒഴിക്കേണ്ടത്. എൻ്റെ കയ്യിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ഞങ്ങൾ ഉണ്ടാക്കുന്ന തരികാച്ചിയത് റെഡി ആയിട്ട്. ഇനിയിപ്പോൾ ആരും ഇങ്ങനെയാണോ തരികാച്ചിയത് എന്ന് പറഞ്ഞു വരരുത്. ഓരോരുത്തർ ഉണ്ടാക്കണ ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഞാൻ ഉണ്ടാക്കണതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പഴമൊക്കെ ഒന്ന് കുത്തിയടിച്ചെടുത്തു. അതിലേക്കുള്ള മിക്സും കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിമുട്ടയ്ക്ക് ഒന്ന് തൊലി കളഞ്ഞിങ്ങാണ്ട് എടുത്തു. 3 ആളുള്ള പിന്നെന്താ 2 കോഴിമുട്ട വിചാരിക്കുന്നുണ്ടാകും. കോഴിമുട്ട നമ്മൾ കട്ട് ചെയ്തിട്ടുങ്ങാണ്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത് പൊടികളും ഇട്ട് കൊടുത്ത് തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ നമ്മുടെ മല്ലിച്ചപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് നല്ല ചൂടായി തിളച്ച് വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കോരി മാറ്റി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ദോശമാവിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നടാടത്തെ നോമ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കിയത്. ഞാൻ പത്തിരിക്ക് ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ നോമ്പിന്. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ദോശ കിട്ടുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതും കിട്ടാതായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ചട്ടി എന്തായാലും ഒന്ന് വാങ്ങേണ്ടി വരും. അങ്ങനെ അതവിടെ മാറ്റി വെച്ച് പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചപ്പോഴേക്കും ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അത് ജ്യൂസിനുള്ളത് അവിടെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മിക്സിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഇതിൽ പത്തിരി ചുട്ടതുകൊണ്ടാണ് തോന്നുന്നു ഇതൊന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഒരു ചട്ടി ഇൻഷാല്ലാ വാങ്ങണം നമുക്ക്. ഞാൻ നോമ്പാകുമ്പോഴേക്കൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ കരുതണമാതിരിയൊന്നും എല്ലാതും നടന്നുകൊള്ളുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ. ഒരു ഓറഞ്ച് ഞാനെടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉന്നക്കായയും അതുപോലെ മുന്തിരി ജ്യൂസും അപ്പവും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ നല്ല അടിപൊളി റാഹത്തായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റാക്കി പറയണേ.